ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോഴേ നമ്മുടെ നോമ്പും പെരുന്നാളും വിഷുവും അതുപോലെ തന്നെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് അല്ലേ. എന്തായാലും മക്കൾക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മക്കളെ വെക്കേഷനും കൂടി ആയപ്പോൾ സംഭവം ഏതായാലും കുശാലായിട്ടോ. എന്താന്ന് വെച്ചാൽ കെട്ടിയന്മാർക്ക് ലീവുള്ള സമയങ്ങളിൽ മക്കൾ എന്തായാലും വീട്ടിലിരുത്താൻ സമ്മതിക്കില്ല. ടൂറ് പോവാ എന്നുള്ളൊരു വാചകം മാത്രമേ മക്കൾക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പം എന്താ പറഞ്ഞാൽ ഇന്ന് നമ്മൾ അങ്ങനെ തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. എന്ത് വെച്ചാൽ ഒരു യാത്രക്ക് പോവാണ് കേട്ടോ. നമ്മൾ വയനാട് വിട്ട് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യം. എന്താ വെച്ചാല് വയനാട്ടിലെ ചൂട് സഹിക്കുന്നില്ല, പിന്നെ തന്നെ പുറത്ത് അതിലേറെ ചൂടായതുകൊണ്ട് എങ്ങോട്ട് പോകുന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് എന്തായാലും കടലൊക്കെ ഉള്ള എവിടെയെങ്കിലേക്കും പോവാ. എന്താ വെച്ചാൽ ഈ ചൂടുള്ള സമയത്ത് കടലെങ്കിലും ഇറങ്ങിയിരിക്കാലോ എന്നുള്ള അങ്ങനെ തീരുമാനത്തിൽ പോകുന്നത് നമ്മൾ കാസർഗോഡേക്കാണ് കേട്ടോ. കാസർഗോഡ് നമ്മളെ ഉപ്പാന്റെ അനിയന്റെ വീടാണ്. അങ്ങോട്ടേക്ക് പോയി അവരുടെ വീടിന്റെ 1 കിലോമീറ്റർ അകലെ തന്നെ കടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം കടലിലൊക്കെ കളിക്കാന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ പോവാണ് കേട്ടോ. നല്ല ചൂടാണ്. നമ്മൾ 28 ഡിഗ്രി വയനാട്ടിൽ ചൂടുള്ള സമയത്ത് അവിടെ 36 ഡിഗ്രി ചൂടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എന്തായാലും പോയി എന്ത് കണ്ടറിയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ പോകുന്ന ഇടക്കൊക്കെ എന്താ പറയാ ഹൈവേ റോഡ് 4 വരി പാതയൊക്കെ പണിയെടുക്കുന്ന ടൈം ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയി ഏകദേശം നീലേശ്വരം ഭാഗത്ത് എത്തിയ സമയത്ത് നമുക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. വിശന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഒരു കടയിലേക്ക് കയറി. അവിടെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ സാധാ ചോറും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. ഏകദേശം തമിഴ്നാട്ടിൽ പോയ സ്റ്റൈലാണ് നമ്മൾ ഈ കാസർഗോഡൊക്കെ പോകുന്ന സമയത്ത്. കാരണം പെട്ടെന്ന് നമ്മൾ സാധാ ചോറ് എന്ന് പറഞ്ഞാൽ വെറുചോറൊന്നും കിട്ടൂല അവിടെ. അൽഫാം, മന്തി, അതുപോലെ തന്നെ നൂഡിൽസ് അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ പോയപ്പോൾ ഷവർമയും അൽഫാമും ഷവായ അങ്ങനെയുള്ള പല പല ഐറ്റംസ് സംഭവം ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സംഭവം. ചെറിയൊരു കടയായിരുന്നു. ലൈവായിട്ട് ഫുഡ് കുക്കിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് തരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലേക്കും കഴിച്ചപ്പോൾ ഒരു പടി മുന്നിലായിട്ട് നമുക്ക് തോന്നി. നല്ല ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ഷവർമ വാങ്ങി എല്ലാവരും കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞമാതിരി എല്ലാവരും ആ ഷവർമേനെ അങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, ഫുഡിന് ക്ഷമയില്ലാത്ത ആൾക്കാരാണ് ഫുഡിന്റെ കാര്യത്തിൽ കേട്ടോ. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അൽഫാമും മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്ത്. പിന്നെ ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ അതൊക്കെ തന്നെ സന്തോഷിച്ച് സംസാരിച്ചിരുന്ന് ചിരിയും കളിയൊക്കെ അയച്ച് അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ച്. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ കടക്കാരൻ നമ്മളെന്താ പറയാ യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അവര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അവർക്ക് കാണാനെന്നും പറഞ്ഞ് അവരെ നമ്മൾ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങിട്ടോ. ഭയങ്കരമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാസർഗോഡ് റോഡ്. എന്താന്ന് വെച്ചാല് 4 വരി പാത ഹൈവേ, ബാംഗ്ലൂരേക്കുള്ള ഹൈവേ അങ്ങനെയാണ് പറയുന്നത്. എന്താന്ന് കറക്റ്റ് അറിയില്ല. നമ്മൾ കാണാത്ത തരത്തിലുള്ള എന്താ പറയാ സാമഗ്രികളൊക്കെ ഉണ്ട് കേട്ടോ പണിയെടുക്കുന്ന. അതൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ആസ്വദിച്ച് കടലും കായലുകളൊക്കെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന നല്ല റോഡും കാര്യങ്ങളാട്ടോ. സംഭവം ബാംഗ്ലൂരൊക്കെ പോലെ മൈസൂരൊക്കെ പോകുന്ന റോഡ് പോലെ തന്നെയാണ് നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ റോഡുകളൊക്കെ കേട്ടോ ഏകദേശം. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് എത്തിയ സമയത്ത് നമ്മളെ വാജി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെപ്പം വന്നാലും അവന് നമ്മളെ കാത്തു വഴിയിൽ നിൽക്കും കേട്ടോ. അതൊരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. അപ്പൊ എനിക്ക് എന്താ പറയാ ഭർത്താവിന്റെ അനിയനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ എൻ്റെ അനിയന്മാരാണ്. അങ്ങനെ അവന് ബൈക്കിലും നമ്മൾ കാറിലും ആയിട്ട് നമ്മൾ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പം വീട്ടിലേക്ക് പോകുന്നില്ല. നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അതായത് നമ്മള് ബാലാജി എന്ന് പറഞ്ഞ 2 വർഷം മുന്നേ നമ്മൾ വന്നപ്പോഴും ആ റൂം തന്നെ ആയിരുന്നു കേട്ടോ എടുത്തത്. അവിടേക്കാണ് പോകുന്നത്. അപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം പോയത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റൂമിൽ പോയി ഫ്രഷ് ആവാന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പല 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 ഐറ്റംസ് നമ്മളിങ്ങനെ ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല എക്സ്പെൻസ് ഉള്ള ഒരു കടയിലാണ് കയറിയത്. പക്ഷെ എക്സ്പെൻസ് ആയാലും ശരി ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടേജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. മോമോസ് ആയാലും അതുപോലെ തന്നെ അൽഫാം ആയാലും എന്തൊക്കെയോ പേരുകളുള്ള പല സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്യൂസിന്റെ ഒന്നും ടേസ്റ്റ് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കുറച്ച് 2 വർഷം ആയിട്ടില്ല ഈ കട ഓപ്പൺ ചെയ്തിട്ട് എന്നാ പറയുന്നത്. നല്ലൊരു ഷോപ്പാണ്, നല്ല എന്തൊരു ആംബിയൻസിലൊരു ഷോപ്പാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയാ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം കൂടുതലും മുസ്ലിംസുകളാണ് കേട്ടോ അവിടെ കടയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് അതും കഴിഞ്ഞ് ഞങ്ങള് ഒന്ന് എൻജോയ് ചെയ്യാൻ, കുട്ടികളെ ഒന്ന് എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ പോയത്. വലിയ സ്വിമ്മിംഗ് പൂളായിരുന്നു. എന്താ പറയാ 100 രൂപക്ക് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ ആ സ്വിമ്മിംഗ് പൂള്. അപ്പൊ നമ്മൾ മാക്സിമം അതിലും കളിച്ചിട്ട് അങ്ങനെ റൂമിലേക്ക് പോയി. റൂം എന്ന് പറഞ്ഞാൽ നമ്മള്
അടിപൊളി റൂമാട്ടോ, ഒന്നും പറയാനില്ല. 1800 രൂപ കൊടുത്താലും മുതലാവും എന്ന് പറയാം. കാരണം എല്ലാ ഇതും അതിലുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയാ, നമുക്ക് ഒന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല, വെള്ളം പോലും അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. അങ്ങനെയുള്ള റൂമാണ്. ഇത് തൊട്ട് മുന്നേ വന്നപ്പോൾ നമ്മൾ അതിന്റെ കുറച്ചുകൂടി റേറ്റ് കൂടിയ റൂമിലായിരുന്നു നിന്നത്. ഇന്ന് നമ്മൾ 3 റൂം എടുക്കുന്നതുകൊണ്ട് 1800 രൂപേന്റെ റൂമിലേക്കാണ് ഉണ്ടാവുക. ഈ കുട്ടീസൊക്കെ റൂം എടുത്തിട്ടും കാര്യമില്ല, കാരണം 4 ആളും ഒരുമിച്ചിരുന്ന് കിടക്കുകയാണെന്ന് പറയണ്ട. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. അപ്പൊ നാളെ അടുത്തത് കാസർഗോഡ് കിടപ്പുറവും കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ. അപ്പൊ എന്തായാലും നാളത്തെ വിശേഷങ്ങളും വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ബൈ.